മികച്ച NABL അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു. കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും. MHL സ്മാർട്ട് ലാബ്സ്. KU ഇക്ബാൽ സ്മാരക ചെറുകഥാ മത്സര വിജയികൾക്ക് സമ്മാനദാനം നടത്തി. MES അസ്മാബി കോളേജ് ആലുമിനി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന തലത്തിൽ നടത്തിയ KU ഇക്ബാൽ സ്മാരക ചെറുകഥാ മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനദാനം നടത്തി. 10,000 രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്ന ഒന്നാം സമ്മാനത്തിന് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ MA ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്സ് വിദ്യാർത്ഥിയായ അശ്വിൻ ചന്ദ്രനും 5,000 രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്ന രണ്ടാം സമ്മാനത്തിന് പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ MA മലയാളം വിദ്യാർത്ഥി S സൈനബയും അർഹയായി. കഥാകൃത്തും ഗാനരചയിതാവും ദൂരദർശൻ അവതാരകനുമായ UK സുരേഷ് കുമാർ സമ്മാനദാനം നടത്തി. ഈ കഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നാണ് നമ്മളിങ്ങനെ പകർത്തിയെടുക്കുന്നത്. ജീവിതമാണ് നമ്മളെ കഥാകാരന്മാരാക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെങ്കിലും സ്വാഭാവികമായിട്ട് ചോദിക്കാറുണ്ട്, എന്താണ് ഈ കഥ, എന്തിനാണ് ഈ കഥ? യഥാർത്ഥത്തിൽ കഥ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഒരേ അർത്ഥത്തിലല്ല എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാലോ, നമ്മുടെ നാട്ടില് ഒന്നിനും കൊള്ളാത്ത, അല്ലെങ്കിൽ ഒരു തരത്തിലും നേരെയാവാത്ത, ഒരു തരത്തിലും ജീവിതത്തിൽ വിജയം പ്രാപിക്കാത്ത ആളെ കുറിച്ച് പറഞ്ഞ കഥയില്ലാത്തവന്നാണ് അല്ലേ? അങ്ങനെ പറയാം. അവനെന്തിനും പരാജയപ്പെട്ട അവനെ വിളിക്കുന്ന പേര് കഥയില്ലാത്തവെന്നാണ്. എന്നുവെച്ചതിന്റെ അർത്ഥം എന്താണ്? അവനൊന്നിനും കൊള്ളില്ല എന്നാണ്. അപ്പൊ അതിന്റെ കഥയുള്ളൂ. മറ്റൊന്ന്, നമ്മൾ എന്തെങ്കിലും സംഭവത്തെ കുറിച്ച് വിവരിക്കുകയാണെങ്കിൽ, ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ മറുപടി, ഓ അത് വലിയ കഥയാണ്. നേരത്തെ പറഞ്ഞ കഥ വേറെ, ഇപ്പൊ പറഞ്ഞ കഥ വേറെയാണ്. ഇപ്പൊ ഒരു സംഭവത്തെ കുറിച്ചുള്ള ആവിഷ്കാരത്തിന് നമ്മൾ പറയും അത് വലിയ കഥയാണ്, പറയാൻ നിന്നാൽ സമയം വൈകുന്നുള്ളത്. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം കഥ തീർന്നു എന്ന് പറയും. എന്നുവെച്ചാൽ അയാളുടെ പരിപാടി അവസാനിച്ചു. ഈ കഥയ്ക്ക് ജീവിതത്തിൽ ഇങ്ങനെ പ്രത്യേക സന്ദർഭങ്ങളിൽ ഒരുപാട് അർത്ഥങ്ങളുള്ളൊരു പദമാണ് കഥ. ഒരേ സമയം ജീവിതമാവുകയും ഒരേ സമയം മരണമാവുകയും ഒരേ സമയം ജീവിതത്തിലെ ചില നേട്ടങ്ങളായി മാറുകയും ചിലപ്പോൾ നമ്മെ രസിപ്പിക്കുന്ന ഒരു വാങ്മയമായും കഥ മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കഥ ജീവിതത്തിലെ ഒഴിവാക്കാനാവാത്ത ഒന്നാണ്. യഥാർത്ഥത്തിൽ സംഗീതം കഴിഞ്ഞാൽ, ലോകത്തിൽ സംഗീതം കഴിഞ്ഞാൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ വശീകരിക്കുന്ന സർഗാത്മക സൃഷ്ടി ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയുള്ളൂ, അതെന്താ? ഇക്ബാൽ കാക്കശ്ശേരി KU ഇക്ബാൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. മാതൃഭൂമി ഓൺലൈൻ ആരംഭിച്ച ശേഷമാണ് ഒരു പഠനത്തിനായിട്ടാണ് പിന്നെ ഇക്ബാൽ കാണുന്നത്. അന്ന് മുതൽ 100 ലക്കങ്ങളിൽ തുടർച്ചയായി ഇക്ബാലൊക്കെ ഒരു 90 കഴിഞ്ഞപ്പോൾ എന്നോട് പറയില്ല, ഞാൻ 100 ലക്കം തീർച്ചയായിട്ടും നിർത്തുകയാണെന്ന് എഴുതുന്നില്ല. എന്നിട്ട് ഞാൻ നിരന്തരമായിട്ട് പ്രോത്സാഹിപ്പിക്കുമായിരുന്നില്ല. എന്തായാലും തുടങ്ങും, നമുക്ക് പേന പിടിക്കാൻ ശക്തിയോടത്തോളം പല എഴുതിയത് പല ഭാഗത്തും പല പ്രോത്സാഹനം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രവാസം ഇക്ബാലൊന്നും നേടിക്കൊടുത്തില്ല. പ്രിൻസിപ്പൽ ഡോക്ടർ സമീന കളത്തൊടി മുഖ്യപ്രഭാഷണം നടത്തി. മലയാള വിഭാഗം മേധാവി ഡോക്ടർ JC ഡേവിഡ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ KP സുമേധൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി MK നജീബ് സ്വാഗതവും ട്രഷറർ PR ശ്രീധർ നന്ദിയും പറഞ്ഞു. ഒരു പുസ്തകം കണ്ടും കാലം, അതിന്റെ പ്രകാശന കർമ്മം അസ്മാബി കോളേജ് സെമിനാർ ഹാളിൽ വെച്ച് പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ചടങ്ങിലാണ് പ്രകാശനം ചെയ്തത്. ആലക്കോട് ലീലാകൃഷ്ണനും കമലും ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്ത ആ ചടങ്ങിന് ശേഷമാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം അവരുടെ കുടുംബാംഗങ്ങൾ മുന്നോട്ട് വെച്ചത്. അതായത് KU ഇക്ബാലിന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി സംസ്ഥാന തലത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായിട്ടൊരു ചെറുകഥാ മത്സരം സംഘടിപ്പിക്കാനുള്ളത്. സാരി സെലക്ഷൻ കഴിഞ്ഞില്ലേ? എത്ര നേരായി? കല്യാണമൊക്കെ അല്ലേ അച്ഛാ, അപ്പോ ഏറ്റവും ബെസ്റ്റ് തന്നെ ആവണ്ടേ? ഇവരെയും കൊണ്ട് കല്യാണ സാരി വാങ്ങാൻ പോകുമ്പോ കാണാം നിങ്ങളുടെ പോക്കറ്റ് കാലിയാവുന്നില്ല. അത് ഉറപ്പല്ലേ? എന്നാലും ഏറ്റവും ബെസ്റ്റ് തന്നെ വേണം. ശരി ശരി അങ്കിൾ, പോക്കറ്റ് ഒന്നും കാലിയാവില്ല. ഏറ്റവും എലഗന്റ് ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് ഡിസൈൻസും കിട്ടും. പക്ഷേ സ്വയംവര സിൽക്സിൽ തന്നെ പോണം, അതിന് ഞാൻ ഗ്യാരണ്ടി. സ്വയംവര സിൽക്സ്, മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്.